ഹലോ ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ സമുദ്രങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വേൾഡ് ജോഗ്രഫിയിലെ സമുദ്രങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇത് 10th പ്രിലിംസിനും മെയിൻസിനും ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേൾഡ് ജോഗ്രഫിയിലെ ഒരു ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ ടോപ്പിക്കിലേക്ക് പോകാം. സമുദ്രങ്ങൾ ഭൂഗോള വിസ്തൃതിയുടെ ഏതാണ്ട് 71% ജലമാണ്. കരഭാഗങ്ങൾക്കിടയിലായിട്ട് സമുദ്രങ്ങൾ കാണപ്പെടുന്നു. അതിവിസ്തൃതമായ ജലാശയങ്ങളെയാണ് സമുദ്രങ്ങളെന്ന് പറയുന്നത്. പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ആർട്ടിക് സമുദ്രം എന്നിവയാണ് പ്രധാന സമുദ്രങ്ങൾ. ഇതിനകത്ത് ആദ്യത്തെ സമുദ്രമാണ് പസഫിക് സമുദ്രം. ശാന്ത സമുദ്രം എന്നറിയപ്പെടുന്ന സമുദ്രമാണ് ഏത്? പസഫിക് സമുദ്രം. വലിപ്പത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സമുദ്രമാണ്. ആകെ വിസ്തീർണം 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. വലിപ്പത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ആകെ വിസ്തീർണം 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഈ 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുന്ന ഇതൊക്കെ ഉപയോഗിച്ച്. ശരാശരി ആഴം എന്ന് പറയുന്നത് 4280 മീറ്ററാണ് കേട്ടോ. പസഫിക് സമുദ്രത്തിൻ്റെ ശരാശരി ആഴം 4280 മീറ്ററും ഏറ്റവും കൂടിയ ആഴം 11,034 മീറ്ററുമാണ്. ഏറ്റവും കൂടിയ ആഴം 11,034 മീറ്ററുമാണ്. ഭൂമിയുടെ മൊത്തം വിസ്തൃതിയുടെ 1/3 ഭാഗത്തോളം ഇത് വ്യാപിച്ചു കിടക്കുന്നു. ഭൂമിയുടെ മൊത്തം വിസ്തൃതിയുടെ 1/3 ഭാഗത്തോളം ഇത് വ്യാപിച്ചു കിടക്കുന്നു. പസഫിക് സമുദ്രത്തിലൂടെയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്നത്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്നത് പസഫിക് സമുദ്രത്തിലൂടെയാണ്. ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന ധാതു സമ്പന്നവുമായ ഒരു സമുദ്രമാണ് ഏത്? പസഫിക് സമുദ്രം. ത്രികോണാകൃതിയിൽ കാണപ്പെടുന്നതും ധാതു സമ്പന്നവുമായ ഒരു സമുദ്രമാണ്. ഇതും ചോദിച്ചിട്ടുണ്ട്. ത്രികോണാകൃതിയിലുള്ള സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രം. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം. ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നു. ഫെർഡിനാൻഡ് മെഗലനാണ് പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത് കേട്ടോ. ഫെർഡിനാൻഡ് മെഗലനാണ് പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയതെന്ന് കരുതപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ മറിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തം പസഫിക് സമുദ്രത്തിലാണ്. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ മറിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തം എവിടെയാണ്? പസഫിക് സമുദ്രത്തിലാണ്. ഇതും PSC ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. പസഫിക് സമുദ്രവും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കടലുകളും ചേർന്നാൽ ഭൂമിയുടെ ആകെ വിസ്തീർണത്തിൻ്റെ 1/3 ഭാഗത്തോളം വരും. പസഫിക് സമുദ്രവും അതിനോട് ചേർന്നുള്ള കടലുകളും ചേർന്നാൽ ഭൂമിയുടെ ആകെ വിസ്തീർണത്തിൻ്റെ 1/3 ഭാഗത്തോളം വരും. വടക്കേ അറ്റത്ത് ആർട്ടിക് സമുദ്രവും തെക്ക് ഭാഗത്ത് അന്റാർട്ടിക്കയും കിഴക്ക് ഭാഗത്ത് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും അമേരിക്കൻ വൻകരകളും പടിഞ്ഞാറ് ഭാഗത്ത് ഏഷ്യ, ഓസ്ട്രേലിയ വൻകരകളുമായാണ് പസഫിക് സമുദ്രത്തിന് അതിരായിട്ട് നിൽക്കുന്നത്. വടക്കേ അറ്റത്ത് ആർട്ടിക് സമുദ്രം, വടക്കേ അറ്റത്ത് ആർട്ടിക് സമുദ്രവും തെക്ക് ഭാഗത്ത് അന്റാർട്ടിക്കയും, തെക്ക് ഭാഗത്ത് അന്റാർട്ടിക്ക, വടക്ക് ഭാഗത്ത് ആർട്ടിക് സമുദ്രം, തെക്ക് ഭാഗത്ത് അന്റാർട്ടിക്കയും, കിഴക്ക് ഭാഗത്ത് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്ക വൻകരകളും, കിഴക്ക് ഭാഗത്ത് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കൻ വൻകരകളും, പടിഞ്ഞാറ് ഭാഗത്ത് ഏഷ്യ, ഓസ്ട്രേലിയ വൻകരകളുമായിട്ടാണ് പസഫിക് സമുദ്രത്തിന് അതിർത്തിയുള്ളത്. പനാമ കനാൽ പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. പനാമ കനാൽ പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ താമോ മാസിഫ് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ താമോ മാസിഫ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രമാണ്. ലോകത്തിലെ ഏറ്റവും അധികം അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂകമ്പവും ഉണ്ടാകുന്ന റിംഗ് ഓഫ് ഫയർ മേഖല ഈ സമുദ്രത്തിലാണ്, പസഫിക് സമുദ്രത്തിലാണ്. റിംഗ് ഓഫ് ഫയർ ഇതും ചോദിച്ചിട്ടുള്ളതാണ്. റിംഗ് ഓഫ് ഫയർ ഏത് സമുദ്രത്തിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പസഫിക് സമുദ്രത്തിലാണ് കേട്ടോ. എൽ നിനോ, ലാ നിന എന്നീ കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെ പ്രഭവ കേന്ദ്രം പസഫിക് സമുദ്രത്തിലാണ്. എൽ നിനോ, ലാ നിന എന്നീ കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെ പ്രഭവ കേന്ദ്രം പസഫിക് സമുദ്രത്തിലാണ് കേട്ടോ. അപ്പം പസഫിക് സമുദ്രം ശാന്ത സമുദ്രം എന്നറിയപ്പെടുന്നു. വലിപ്പത്തിൽ 1ാം സ്ഥാനം, 165.2 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററൊക്കെ ഉണ്ട്. ത്രികോണാകൃതിയിൽ കാണപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ മറിയാന ട്രെഞ്ചിലെ ചലഞ്ചർ ഗർത്തമൊക്കെ സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലാണ്. ഈ പറഞ്ഞ ഒരുവിധം എല്ലാ പോയിൻറ്റും PSC എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ഓർത്ത് വെക്കാം. ഇനി അറ്റ്ലാന്റിക് സമുദ്രം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ S ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ S ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രം. ഇതും PSC ചോദിച്ചിട്ടുള്ളതാണ്. ഇരു ധ്രുവങ്ങൾക്കും ഇടയിലായി വ്യാപിച്ചിരിക്കുന്നതിനാൽ അറ്റ്ലാന്റിക് സമുദ്രത്തെ വടക്കേ അറ്റ്ലാന്റിക് സമുദ്രമെന്നും തെക്കേ അറ്റ്ലാന്റിക് സമുദ്രമെന്നും വേർതിരിച്ചിട്ടുണ്ട്.
ഇരു ധ്രുവങ്ങൾക്കിടയിലായിട്ട് വ്യാപിച്ചു ഇരിക്കുന്നതിനായിട്ട് അറ്റ്ലാന്റിക് സമുദ്രത്തെ വടക്കേ അറ്റ്ലാന്റിക് മഹാസമുദ്രമെന്നും തെക്കേ അറ്റ്ലാന്റിക് മഹാസമുദ്രമെന്നും വേർതിരിച്ചിട്ടുണ്ട്. വലുപ്പത്തിൽ 2ാം സ്ഥാനത്താണ് അറ്റ്ലാന്റിക്. ആകെ വിസ്തൃതി 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ആകെ വിസ്തൃതി 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ശരാശരി ആഴമെന്ന് പറയുന്നത് 3700 മീറ്ററും കൂടിയ ആഴം 8618 മീറ്ററുമാണ്. ശരാശരി ആഴം 3700 മീറ്ററും കൂടിയ ആഴം 8618 മീറ്ററുമാണ്. അറ്റ്ലാന്റിക്കിൻ്റെ വടക്കേ അറ്റത്ത് ആർട്ടിക് സമുദ്രവും കിഴക്ക് ഭാഗത്ത് യൂറോപ്പ്, ആഫ്രിക്ക വൻകരകളും പടിഞ്ഞാറ് ഭാഗത്ത് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക വൻകരകളും സ്ഥിതി ചെയ്യുന്നു. അറ്റ്ലാന്റിക്കിൻ്റെ വടക്കേ അറ്റത്ത് ആർട്ടിക് സമുദ്രവും കിഴക്ക് ഭാഗത്ത് യൂറോപ്പ്, ആഫ്രിക്ക വൻകരകളും പടിഞ്ഞാറ് ഭാഗത്ത് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക വൻകരകളും സ്ഥിതി ചെയ്യുന്നു. അറ്റ്ലാന്റിക്കിൻ്റെ വടക്കേ അറ്റത്ത് ആർട്ടിക് സമുദ്രവും കിഴക്ക് ഭാഗത്ത് യൂറോപ്പ്, ആഫ്രിക്കൻ വൻകരകളും പടിഞ്ഞാറ് ഭാഗത്ത് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക വൻകരകളും സ്ഥിതി ചെയ്യുന്നു. ഗ്രീക്ക് പുരാണത്തിലെ അറ്റ്ലസ് എന്ന ദേവൻ്റെ പേരിൽ നിന്നാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന് ആ പേര് ലഭിച്ചത് കേട്ടോ. ഗ്രീക്ക് പുരാണത്തിലെ അറ്റ്ലസ് എന്ന ദേവൻ്റെ പേരിൽ നിന്നാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന് ആ പേര് ലഭിക്കുന്നത്. പ്യൂർട്ടോറിക്ക ഗർത്തമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം കേട്ടോ. പ്യൂർട്ടോറിക്ക ഗർത്തമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം. ഇതൊക്കെ PSC പ്രിലിംസിന് ഇഷ്ടംപോലെ പ്രാവശ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഈ ഗർത്തങ്ങൾ തന്നിട്ട് അത് ഏത് സമുദ്രത്തിലാണെന്ന് ചോദിക്കുന്നത്. ചലഞ്ചർ ഗർത്തം എവിടെയായിരുന്നു? പസഫിക് സമുദ്രം. ഇത് പ്യൂർട്ടോറിക്ക ഗർത്തമാണെങ്കിലോ അറ്റ്ലാന്റിക് സമുദ്രം. സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ഏകദേശം 14,000 കിലോമീറ്റർ നീളത്തിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര കേട്ടോ. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് ഏകദേശം 14,000 കിലോമീറ്റർ നീളത്തിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിലൊന്നായ ഗ്രാൻഡ് ബാങ്ക്സ് അറ്റ്ലാന്റിക്കിലാണ്. ഇതും PSC ചോദിച്ചിട്ടുണ്ട്. ഗ്രാൻഡ് ബാങ്ക്സ് ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വടക്കു ഭാഗത്ത് ലോകത്തെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്ന് വിശേഷിപ്പിക്കുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വടക്കു ഭാഗത്തെ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്ന് വിശേഷിപ്പിക്കുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വടക്കു ഭാഗത്തെ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സമുദ്രപാത എന്ന് വിശേഷിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ലോകത്തിൻ്റെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വടക്കു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ വൻ നദികളിൽ മിക്കവയും സംഗമ സ്ഥാനമാണ് ഏത്? അറ്റ്ലാന്റിക്. ലോകത്തിലെ വൻ നദികളുടെ മിക്കവയുടെയും സംഗമ സ്ഥലം എവിടെയാണ്? അറ്റ്ലാന്റിക് സമുദ്രമാണ്. ആമസോൺ നദിയും ഇവിടെയാണ് പതിക്കുന്നത്. 1912 ടൈറ്റാനിക് ദുരന്തം നടക്കുന്നതും അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അറ്റ്ലാന്റിക് സമുദ്ര മേഖലയിൽ പവിഴദ്വീപുകളും അറ്റോളുകളും ഇല്ല. അറ്റ്ലാന്റിക് സമുദ്രമേഖലയിൽ എന്തില്ല? പവിഴദ്വീപുകളും അറ്റോളുകളും ഒന്നും ഇല്ല. ആമസോൺ നദിയും പതിക്കുന്നത് എവിടെയാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ലോകത്തിലെ വൻ നദികളെല്ലാം വന്ന് പതിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഇനി ഇന്ത്യൻ മഹാസമുദ്രം. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണേത്? ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. വലുപ്പത്തിൽ 3ാം സ്ഥാനത്താണ് ഇന്ത്യൻ മഹാസമുദ്രം. ആകെ വിസ്തൃതി 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ആകെ വിസ്തൃതി 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ശരാശരി ആഴം എന്ന് പറയുന്നത് 3960 മീറ്റർ ശരാശരി ആഴം എന്ന് പറയുന്നത്. ഏറ്റവും ആഴം കൂടിയ ഭാഗം ജാവ ട്രെഞ്ച് കേട്ടോ. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് ജാവ ട്രെഞ്ച്. ഏകദേശം 7290 മുതൽ 7725 മീറ്റർ വരെ ഇതിന് ആഴമുണ്ട്. ഏകദേശം 7290 അല്ലെങ്കിൽ 7725 വരെ മീറ്റർ ആഴം എന്തിനുണ്ട്? ഈ ജാവ ട്രെഞ്ചിനുണ്ട്. ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഈ സമുദ്രത്തിൻ്റെ ഭാഗങ്ങളാണ്. ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഈ സമുദ്രത്തിൻ്റെ ഭാഗമാണ്. പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തിലോ പവിഴപ്പുറ്റുകളൊന്നും കാണപ്പെടുന്നില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എന്തുണ്ട്? പവിഴപ്പുറ്റുകൾ കാണപ്പെടുന്നുണ്ട്. വടക്ക് ഏഷ്യൻ, തെക്ക് അന്റാർട്ടിക്ക, കിഴക്ക് ഓസ്ട്രേലിയ. വടക്ക് ഏഷ്യ, തെക്ക് അന്റാർട്ടിക്ക,
കിഴക്ക് ഓസ്ട്രേലിയ, പടിഞ്ഞാറ് ആഫ്രിക്ക എന്നിവയാണ് അതിരുകൾ. വടക്ക് ഏഷ്യ, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് ഏഷ്യയും തെക്ക് ഭാഗത്ത് അന്റാർട്ടിക്കയും കിഴക്ക് ഭാഗത്ത് ഓസ്ട്രേലിയയും പടിഞ്ഞാറ് ആഫ്രിക്കയുമാണ് അതിരുകൾ. മാലിദ്വീപ്, മഡഗാസ്കർ, ശ്രീലങ്ക, മസ്കറിൻ തുടങ്ങിയവ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന ദ്വീപുകളാണ്. മാലിദ്വീപ്, മഡഗാസ്കർ, ശ്രീലങ്ക, മസ്കറിൻ തുടങ്ങിയവ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാന ദ്വീപുകളാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ കിഴക്കേ അതിർത്തിയിൽ നിലകൊള്ളുന്ന ദ്വീപ് സമൂഹമാണ് ഇന്തോനേഷ്യ. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ കിഴക്കേ അതിർത്തിയിൽ നിലകൊള്ളുന്ന ദ്വീപ് സമൂഹമാണ് ഇന്തോനേഷ്യ. പാങ് കടലിടുക്ക്, ലാംബോക്ക് കടലിടുക്ക്, മലാക്ക കടലിടുക്ക്, ഹോർമൂസ് കടലിടുക്ക് തുടങ്ങിയവ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കടലിടുക്കുകളാണ്. പാക് കടലിടുക്ക്, ലാംബോക്ക് കടലിടുക്ക്, മലാക്ക കടലിടുക്ക്, ഹോർമൂസ് കടലിടുക്കൊക്കെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കടലിടുക്കുകളാണ്. പ്രാചീന കാലത്ത് രത്നാകര എന്ന് അറിയപ്പെട്ടിരുന്ന സമുദ്രമാണ് ഏത്? ഇന്ത്യൻ മഹാസമുദ്രം. പ്രാചീന കാലത്ത് രത്നാകര എന്നറിയപ്പെട്ടിരുന്ന സമുദ്രം. ഇനി ആർട്ടിക് സമുദ്രം. ഏറ്റവും ചെറിയ സമുദ്രമാണ് ഏത്? ആർട്ടിക് സമുദ്രം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് ഏത്? ആർട്ടിക് സമുദ്രം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ത്രികോണാകൃതിയിൽ കാണപ്പെട്ടിരുന്ന സമുദ്രം ഏതായിരുന്നു? പസഫിക് സമുദ്രം. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എസിൻ്റെ ആകൃതിയിൽ കാണപ്പെട്ടിരുന്നത് അറ്റ്ലാന്റിക് സമുദ്രം. അപ്പം ഇത് ഡി ആകൃതിയിൽ കാണപ്പെട്ടിരുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. ഭൂമിയുടെ ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രമാണ് ഏത്? ആർട്ടിക് സമുദ്രം. ഭൂമിയുടെ ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രം. വർഷത്തിൽ 6 മാസത്തിലേറെ കാലം ഇവിടെ മഞ്ഞ് മൂടി കിടക്കുന്നു. വർഷത്തിൽ 6 മാസത്തിലേറെ കാലം ഇവിടെ എന്തായിരിക്കും? മഞ്ഞായിരിക്കും. 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ആർട്ടിക് സമുദ്രത്തിൻ്റെ വിസ്തൃതി. 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ആർട്ടിക് സമുദ്രത്തിൻ്റെ വിസ്തൃതി. 5180 മീറ്ററാണ് ഈ സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. 5180 മീറ്ററാണ് ഈ സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. യൂറോപ്പ്, ഏഷ്യ, വടക്കേ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങൾ ആർട്ടിക് സമുദ്രത്തിന് ചുറ്റിലുമായി സ്ഥിതി ചെയ്യുന്നു. യൂറോപ്പ്, ഏഷ്യ, വടക്കേ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങൾ ആർട്ടിക് സമുദ്രത്തിന് ചുറ്റിലുമായിട്ട് സ്ഥിതി ചെയ്യുന്നു. റഷ്യ, നോർവേ, ഐസ്ലൻഡ്, ഗ്രീൻലൻഡ്, കാനഡ, അമേരിക്ക എന്നീ രാജ്യങ്ങൾ ആർട്ടിക് സമുദ്രത്തിൻ്റെ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. റഷ്യ, നോർവേ, ഐസ്ലൻഡ്, ഗ്രീൻലൻഡ്, കാനഡ, അമേരിക്ക എന്നീ രാജ്യങ്ങൾ ആർട്ടിക് സമുദ്രത്തിൻ്റെ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇനി അന്റാർട്ടിക് സമുദ്രം. അന്റാർട്ടിക്ക വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം. വളരെയേറെ തണുപ്പുള്ള പ്രദേശമായതിനാൽ സമുദ്രോപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ദക്ഷിണ സമുദ്രം എന്നും അറിയപ്പെടുന്നു. സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ധാരാളം ധാതു നിക്ഷേപങ്ങളുണ്ടെന്ന് കരുതപ്പെടുന്നു. മത്സ്യസമ്പത്തും ധാരാളമായി ഈ സമുദ്രത്തിലുണ്ട്. 32 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് സമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി. തുറമുഖങ്ങളില്ലാത്ത സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം കേട്ടോ. തുറമുഖങ്ങളില്ലാത്ത സമുദ്രം. പെൻഗ്വിനുകൾ, തിമിംഗലങ്ങൾ, സീലുകൾ തുടങ്ങിയ ഇവിടെ ധാരാളമായിട്ട് അധിവസിക്കുന്നു. അന്റാർട്ടിക്ക വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രം വളരെയേറെ തണുപ്പുള്ള പ്രദേശമായതിനാൽ സമുദ്ര ഉപരിതലം മഞ്ഞുകട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നു. സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ധാരാളം ധാതു നിക്ഷേപങ്ങളുണ്ടെന്ന് കരുതപ്പെടുന്നു. മത്സ്യസമ്പത്ത് ധാരാളമായി ഈ സമുദ്രത്തിലുണ്ട്. 32 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് സമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി. തുറമുഖങ്ങളില്ലാത്ത സമുദ്രമാണ് അന്റാർട്ടിക്ക സമുദ്രം. പെൻഗ്വിനുകൾ, തിമിംഗലങ്ങൾ, സീലുകൾ തുടങ്ങിയവിടെ ധാരാളം അധിവസിക്കുന്നു. ഇനി ഇത് അത്രയുള്ള സമുദ്രങ്ങൾ. ഇനി ഉൾക്കടലും കടലിടുക്കും എന്താണെന്ന് നോക്കാം. ഉൾക്കടലും കടലിടുക്കും. ഓരോ സമുദ്രവും അനേകം കടലുകളും ഉൾക്കടലുകളും കടലിടുക്കുകളും ചേർന്നതാണ്. 3 വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ടതാണ് ഇത് ഉൾക്കടൽ. 3 വശങ്ങളും കരയാൽ ചുറ്റപ്പെട്ടതാണ് ഉൾക്കടൽ, ബേ എന്ന് പറയും. 2 കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്രഭാഗത്തെ കടലിടുക്കെന്ന് പറയും. 2 കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ സമുദ്രഭാഗമാണ് കടലിടുക്ക്. 3 വശങ്ങൾ കരയാൽ ചുറ്റപ്പെട്ടാൽ ഉൾക്കടൽ. 2 കരയ്ക്കിടയിലേക്ക് കയറി കിടക്കുന്ന സമുദ്രഭാഗത്തെ കടലിടുക്കെന്നും പറയുന്നു. സമുദ്രത്തിൻ്റെ കരയോട് ചേർന്ന ഭാഗമാണ് പൊതുവെ കടൽ എന്ന് പറയുന്നത്. സമുദ്രത്തിൻ്റെ കരയോട് ചേർന്ന ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കടൽ എന്ന് വിളിക്കുന്നത്. 3 വശങ്ങളും കരയാൽ ചുറ്റപ്പെട്ടതാണ് എന്ത്? ഉൾക്കടൽ. 2 കരകൾക്കിടയിലേക്ക് കയറി കിടക്കുന്ന ഇടുങ്ങിയ സമുദ്രഭാഗത്തെ കടലിടുക്കെന്ന് പറയുന്നു. സമുദ്രത്തിൻ്റെ കരയോട് ചേർന്ന ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കടൽ എന്നും വിളിക്കുന്നത്. ഇനി ദ്വീപുകളും ഉപദ്വീപുകളും. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ദ്വീപുകൾ എന്ന് വിളിക്കുന്നത്. പൂർണ്ണമായും സമുദ്രത്താൽ
ചുറ്റപ്പെട്ട കരഭാഗങ്ങളാണ് ദ്വീപുകൾ. 3 വശങ്ങൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട വൻകര ഭാഗങ്ങളാണ് ഉപദ്വീപുകൾ. 3 വശങ്ങൾ സമുദ്രത്താൽ ചുറ്റപ്പെട്ട വൻകര ഭാഗങ്ങളാണ് ഉപദ്വീപുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡും ഏറ്റവും വലിയ ഉപദ്വീപ് അറേബ്യൻ ഉപദ്വീപുമാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡും ഏറ്റവും വലിയ ഉപദ്വീപ് അറേബ്യൻ ഉപദ്വീപുമാണ്. ഏറ്റവും വലിയ ദ്വീപ് സമൂഹം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്തോനേഷ്യയിലാണ് കേട്ടോ. ഇന്തോനേഷ്യയാണ് ഏറ്റവും വലിയ ദ്വീപ് സമൂഹം. ഇനി വൻകരകൾ. സമുദ്രങ്ങൾക്കിടയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളെയാണ് വൻകരകൾ എന്ന് പറയുന്നത്. കോണ്ടിനെൻറ്റ്സ്: ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ എന്നിവയാണ് വൻകരകൾ. ഏറ്റവും വലിയ വൻകരയാണ് ഏഷ്യ. ഓസ്ട്രേലിയയാണ് ഏറ്റവും ചെറിയ വൻകര. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന ഓസ്ട്രേലിയയെ വൻകര ദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നു. ലോക സമുദ്ര ദിനം എന്നാണെന്നറിയാമോ? ജൂൺ 8 ലോക സമുദ്ര ദിനമായിട്ട് ആചരിക്കുന്നത്.